എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആം, ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള ആലോചനയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ, ഞാൻ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ പലരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്ന ആൾക്കാർക്ക് ഇവിടെ പല പ്രോഡക്ട്സുകളെ പറ്റിയുള്ള അറിവ് കുറവും, അല്ലെങ്കിൽ ആ, എന്തൊക്കെയാണ് ആ പ്രോഡക്ട്സുകളുടെ ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പലരുമായിട്ടും ഡിസ്കസ് ചെയ്യുമ്പം അവർക്ക് പലതും അറിയില്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും, അല്ലെങ്കിൽ നമ്മൾ നിത്യവും നാട്ടിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായ പല പ്രോഡക്ട്സുകളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നാട്ടിൽ കാണുന്നതിനേക്കാളിലും പല മടങ്ങ് എന്താണ് പറയുന്നത്, റേഞ്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് നമുക്കറിയാവുന്നത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ഉപയോഗം ചിലരുടെ ഉപയോഗമായിരിക്കില്ല, ചിലർ ഉപയോഗിക്കുന്ന രീതി ആയിരിക്കില്ല മറ്റുള്ളവർ ഉപയോഗിക്കുന്ന രീതി. അപ്പം പലർക്കും അറിയില്ല ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് അത് തന്നെയാണോ ആ കാര്യത്തിന് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ എന്താണ് വളർന്നു വന്ന സമയത്ത് നമ്മൾ തുണി കഴുകാനായിട്ട് അല്ലെങ്കിൽ തുണി അലക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സോപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാർ സോപ്പ് എന്നൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വന്നത് ബാർ സോപ്പാണ്. അത് കഴിഞ്ഞപ്പോൾ പൗഡറായി, പിന്നെ ഒരു ലിക്വിഡൊക്കെ കാണാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ലോണ്ട്രിയുടെ പൗഡർ ഇപ്പോൾ ക്യാപ്സൂൾ പരുവത്തിൽ വരാറുണ്ട്, അല്ലെങ്കിൽ പൗഡർ രീതിയിലുണ്ട്, ലിക്വിഡ് രീതിയിലുണ്ട്. ലിക്വിഡ് രീതിയിൽ തന്നെ 2 രീതിയിലുണ്ട്. അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട്, അല്ലാതെ നേരിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലപ്പോഴും ഹാൻഡ് വാഷിംഗ് രീതി, അതായത് നമ്മുടെ കല്ലിലൊക്കെ ഇട്ടൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇത് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൂടുതലും, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ, എല്ലാവരും ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണുള്ളത്. കൂടുതലും ചെയ്യാറുള്ളത് മെഷീൻ വാഷാണ്. മെഷീൻ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഹൈ എഫിഷ്യൻറ്റ് മെഷീനിൽ ഉപയോഗിക്കേണ്ട ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ എന്താണ്, ടോപ്പ് ലോഡർ ഉപയോഗിക്കേണ്ടത്, ഫ്രണ്ട് ലോഡർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ ചാനൽ ത്രൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അതിന് ആൻസർ തരാം. ഇല്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചുള്ള അതൊരു അറിവിൻ്റേതാണ്. കാര്യം ചിലരൊക്കെ നമുക്കറിയാം, ഞാൻ പല യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളതെന്ന് അറിയാം, ചില ആൾക്കാർ സജഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ്സ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത്, അതിനങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാനിതിടുന്നത്, വേറെ ഒരു ഉദ്ദേശവും ഇല്ല ഇതിൽ. അപ്പം എൻ്റെ എന്താണ് പറയുന്നത്, ചുരുങ്ങിയ സമയത്ത് കൊണ്ട് എനിക്ക് കിട്ടിയ ചില അറിവുകളും, അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷനുകളും ഈ ചാനൽ ത്രൂ ഷെയർ ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കതിൻ്റെ ABCD ഇപ്പോൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരിക, അതിൽ നിന്ന് ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.